നിങ്ങൾ യൂട്യൂബിനെ പ്രൊഫഷനായിട്ടാണ് എടുക്കണത് അതോ പാഷനായിട്ടാണ് എടുക്കുന്നത്? ബേസിക്കലി എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ, നമ്മൾ യൂട്യൂബിനെ പാഷനും അതുപോലെ തന്നെ പ്രൊഫഷനും ആയിട്ട് എടുക്കണം. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാർഗം എന്ന രീതിയിലല്ല, ജസ്റ്റ് ഒരു സൈഡ് ആയിട്ട് എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പൊ ഇതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. വെൽക്കം ടു ദാസ് ദി എക്സ്പ്ലോറർ, ദാസ് ഹിയർ. നമ്മൾ യൂട്യൂബിനെ വെറും ഒരു പ്രൊഫഷനാക്കി എടുത്താൽ ഖേദിക്കും. കാരണം അത് യൂട്യൂബിന് ഇപ്പോ മോണിറ്റൈസേഷൻ വരാണെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് ഹവേഴ്സും, അതുകൂടാതെ കമ്മ്യൂണിറ്റി സ്ട്രൈക്സ് പാടില്ല. കമ്മ്യൂണിറ്റി സ്ട്രൈക്സ് എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിന് എതിരായി എന്തെങ്കിലും ഒരു സംഭവം നമ്മളുടെ കണ്ടന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ യൂട്യൂബ് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്സ് തരികയും ഒരാഴ്ചത്തേക്ക് ടെമ്പററി ആയി നമുക്ക് കണ്ടന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരും. അങ്ങനെ വരാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതിൽ തടസ്സമുണ്ടാകും. ഇനി അതുകൂടാതെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ, അതായത് 1K സബ്സ്ക്രൈബേഴ്സ്, 4000+ വാച്ച് ഹവേഴ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അത് കൂടാതെ തന്നെ ഇപ്പൊ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം വീഡിയോസ് ഇടുകയും അത് കൺസിസ്റ്റന്റ് ആയി ഇടുകയും വേണം, എങ്കിലേ നമുക്ക് കൂടുതലായിട്ടും റീച്ച് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ എന്താ പറയാ, നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഇടാന്ന് പറഞ്ഞാൽ അതിന് വേറൊരു സമയം നമ്മൾ എടുക്കണം. ഇപ്പോ ഞാൻ വീഡിയോ ഇടുന്ന സമയം എന്ന് പറഞ്ഞാൽ അതായത് എക്സ്ട്രാ ടൈമിലാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത്. ഇപ്പൊ ഞാൻ വീഡിയോ ഇടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീ പീരീഡ് അനുബന്ധിച്ച സമയങ്ങളിലാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ വീഡിയോസ് ആണ് ഞാൻ ഇടുന്നത്. അതായത് എനിക്കിപ്പോ ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് വീഡിയോസ് ഇടുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോ പുറത്ത് കറങ്ങാൻ പോവേ അല്ലെങ്കിൽ ഓപ്പൺ ജിമ്മിലൊക്കെ ആയിരിക്കും. പക്ഷെ ആ സമയം കളഞ്ഞിട്ടായിരിക്കും ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അപ്പൊ അവരുമായിട്ടുള്ള സമ്പർക്കം എനിക്ക് കുറച്ച് ലാഗ് ആവും. കാരണം ആ സമയം ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, വീഡിയോ ചെയ്യുന്നു. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ യൂട്യൂബിനെ പ്രൊഫഷനാക്കി എടുക്കുകയാണെങ്കിൽ അത് വെറും വേസ്റ്റ് ആണ്. പാഷനായി എടുക്കണം. നിങ്ങൾ അതായത് ഇപ്പോ നമ്മള് ചെയ്യുന്ന വീഡിയോക്ക് എത്രത്തോളം റീച്ച് കിട്ടുമെന്ന് നമുക്ക് കാര്യമായി പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷനായി എടുക്കുകയാണെങ്കിൽ അത് വെറും ഒരു വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ സമയം നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഒരു പാഷനായിട്ട് യൂട്യൂബ് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ക്വിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലീഷർ ടൈം ഫ്രണ്ട്സുമായി കളിക്കുക, അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റയാണ്. ഓക്കെ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ധാരാളം ഡാറ്റാസ് പോവുക ഇൻ ദ സെൻസ്, ഇപ്പൊ നമ്മള് അല്ലറ ചില്ലറ ക്ലാരിറ്റിയിലല്ല. ഇപ്പോ 720p അല്ലെങ്കിൽ 1080p അങ്ങനെ ഉള്ള പിയില് അപ്ലോഡ് ചെയ്യാതാണ് നല്ലൊരു ക്ലാരിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ 25fp അല്ലെങ്കിൽ 30fpയിലൊക്കെ ഇട്ടാലെങ്കിൽ ലൈറ്റിങ്, അതായത് ഇപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോ സ്ക്രീനിൽ ലൈറ്റ് പോവാ, അങ്ങനെ മിന്നുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 25 അല്ലെങ്കിൽ 30fpയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലോ? വേറൊരു കാര്യം എന്തെന്നാൽ ഏറ്റവും വലിയ ടാസ്ക് ഇവിടെ അനുഭവപ്പെടുന്നത് എഡിറ്റിംഗിലൂടെയാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എഡിറ്റിംഗ് എളുപ്പമാണ്. പക്ഷെ എഡിറ്റിംഗിലെ പ്രശ്നം എന്തെന്നാൽ നമുക്ക് അതിന് അത്യാവശ്യം പേഷ്യൻസ് വേണം. അതുപോലെ തന്നെ എഡിറ്റിംഗ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. ടൈം കൺസ്യൂമിംഗ് പ്രോസസിംഗ് ഇൻ ദ സെൻസ് നമുക്ക് നന്നായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റ് ചുരുങ്ങിയത് 10 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ 2 മണിക്കൂർ വരെയൊക്കെ എഡിറ്റിംഗ് നടക്കാവുന്നതാണ്. ഞാനിപ്പോ സമയത്തിന്റെ പരിമിതി കാരണം, പിന്നെ പ്രൊഫഷണൽ അല്ലോ, എനിക്ക് ജസ്റ്റ് ഒരു പാഷനാണ് യൂട്യൂബ്. സോ ഞാൻ എഡിറ്റിംഗിലൊന്നും വലിയ സമയം കളയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയാണ് എഡിറ്റിംഗില് ലാഗ് ആവുന്നുള്ളൂ. എഡിറ്റിംഗില് ടൈം പോകുന്നത് 5 മുതൽ 10 മിനിറ്റ് വരെ. ഓക്കെ, അപ്പൊ എഡിറ്റിംഗില്
എഡിറ്റിംഗ് ചെയ്യണം. അതുപോലെ തന്നെ തമ്പനെയിൽസ് നോക്കി വെക്കാറുണ്ട്. ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ കണ്ടിട്ട് ആളുകൾ ക്ലിക്ക് ചെയ്ത് വരണമെങ്കിൽ ഒരു നല്ലൊരു അട്രാക്റ്റീവ് തമ്പനെയിൽ വേണം. അപ്പോ അങ്ങനെ ഒരു തമ്പനെയിൽ ഇടാനും നമുക്ക് സാധിക്കണം. ഓക്കെ, അത് പോരാതെ നല്ലൊരു ടൈറ്റില്, യൂട്യൂബ് വീഡിയോക്ക് ഒരു ടൈറ്റിൽ വേണം. അത് നമ്മള് കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ടൈറ്റില്. പിന്നെന്താണ്, പിന്നെ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്താ, ഞാൻ പ്രൊഫഷണൽ അല്ല, ഞാൻ പാഷൻ പ്രകാരമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം ഫോണിൽ നിന്ന് വീഡിയോ എടുക്കുന്നു, സ്വന്തം ഓഡിയോ, സ്വന്തം വോയിസ് ആണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. പക്ഷെ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് എന്താ ചെയ്യുക, ക്യാമറ യൂസ് ചെയ്യും, ക്യാമറയും പിന്നെ ഒരു മൈക്രോഫോണും യൂസ് ചെയ്യും. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ക്ലാരിറ്റിയോടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോഫോൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ അത്യാവശ്യം ചെലവേറിയ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോ പ്രൊഫഷണലായി എടുക്കല്ലേ എന്നല്ല, പ്രൊഫഷണലും വേണം, പാഷനേറ്റും വേണം. നിങ്ങൾക്ക് ആ പാഷൻ മനസ്സിലുണ്ടെങ്കിലേ പ്രൊഫഷണലി നമ്മൾ യൂസ് ചെയ്യാവൂ. അല്ലാതെ നമുക്ക് വെറുതെ എടുത്തു പോവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമാണ്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തിട്ട് സമയം പോകുന്നത്. അപ്പൊ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ ആ പാഷൻ ഉണ്ടാകണം. ഓക്കെ, നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ ബൈ.